കടമൊക്കെ വാങ്ങുന്നത് ഇപ്പൊ സിമ്പിളാണ്. ഷെഫിക്ക എന്തേ ഒരു 5 റോളാക്കാനുണ്ടാവും. ചിക്കൻ റോളല്ല, ഒരു 5 റോളാക്കാനുണ്ടാവും. ഇവർക്ക് വീട്ടാനുള്ള വഴി എന്തായാലും ഇല്ല. പക്ഷെ 5-6 ലക്ഷം കടം വാങ്ങുമ്പോഴും ഇവര് പറയല് 6 മാസം കൊണ്ട് തരാന്ന്. എന്റെ ചങ്ങായി, ഞാൻ 100 കണക്കിന് ആളോട് കടം വാങ്ങി നിന്നോട് വാങ്ങി കുടുങ്ങിപ്പോയല്ലോ മോനെ. ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടടോ മുങ്ങുന്നൊന്നും. ഈ പറയുന്ന ഈ വർത്താനം കേട്ടാ ഇയാൾ അങ്ങോട്ടാ കൊടുത്തിന്. കരാറ് ലംഘിക്കുക, വാക്ക് ലംഘിക്കുക എന്നൊക്കെ പറയണത് ഖിയാമത്ത് നാളിന്റെ അടയാളം കൂടിയാ. ഇപ്പൊ ആർക്കും കടം കൊടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. എന്താ കാരണം? ആ വാങ്ങിയ ഉഷാറ് തിരിച്ചു കിട്ടാനുണ്ടാവില്ല, കൊടുക്കാനുണ്ടാവില്ല. എത്ര ഇഷ്ടക്കാരായ സുഹൃത്തുക്കളാണെങ്കിലും കടം ചോദിക്കാനും മടിയായി, കൊടുക്കാനും മടിയായി. വീട്ടാനുള്ള വഴി കാണാതെ കടം വാങ്ങാൻ പറ്റുമോ ഇസ്ലാമില്? കടക്കാരനായിരിക്കെ, അവധി ഇറങ്ങിയ കടമായിരിക്കെ അയാൾ യാത്ര പോകാൻ പറ്റുമോ ഇസ്ലാമില്? ഒരാള് മരണപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ചോദിക്കല് ഇയാള് കള്ളുടിച്ചിനോ, ഇയാള് മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിനോ എന്നൊന്നും ചോദിക്കൂല. തങ്ങൾ ചോദിക്കല് ഹൽ അലൈഹി ദൈനുൻ, ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടാ? നിങ്ങൾ തന്നെ നിസ്കരിച്ചോളൂ.